അമ്മ പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോളി. ഇതെൻ്റെ ഹസ്ബൻഡ് സുനിൽ തോമസ്. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര രൂപത വിശുദ്ധ മരിയവിയാനി ഇടവയിൽ നിന്നാണ്. ഞാനൊരു അധ്യാപികയായിട്ട് കണ്ണൂർ ജില്ലയിൽ വർക്ക് ചെയ്യുന്നു. ഉടമ്പടിയിലൂടെ ഉടനടി പരിഹാരം എന്നത് വഴി എൻ്റെ ഹസ്ബൻഡിനെ ഒരു റോസാ ചെടി എങ്ങനെയാണോ കിളിർക്കാനായി പാകപ്പെടുത്തിയെടുക്കുന്നത് അതുപോലെ ഉടമ്പടി വഴി അമ്മ രൂപപ്പെടുത്തിയെടുത്ത് ഹസ്ബൻഡ് ആദ്യമായിട്ട് കൊറേഷ്യയിൽ പോകാനായിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു. അങ്ങനെ കൊറേഷ്യയിൽ പോകാനായിട്ട് എല്ലാം റെഡിയായി തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് ഫ്ലൈറ്റ് കയറി. ദില്ലിയിലെത്തിയപ്പോഴത്തേക്ക് അവർ ആ പാസ്പോർട്ടിൻ്റെ അകത്ത് ഒരു ചെറിയ സ്ക്രാച്ച് കാണുകയും ഇത് ഡാമേജ് പാസ്പോർട്ടാണെന്ന് പറയുകയും ഇനി നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് വെച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആകെ നിരാശപ്പെട്ടു. കയ്യിൽ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉണ്ടായിരുന്നു. അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് 13-ാം തീയതിയാണ് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കൊറേഷ്യയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. അന്ന് പോകാൻ സാധിക്കാതെ വീട്ടിൽ തിരികെ വന്നില്ല. 2 ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അമ്മയെ മുറുകെ കയ്യിൽ പിടിച്ചുകൊണ്ട് പാസ്പോർട്ടിൻ്റെ പുറത്ത് ഉടമ്പടി തൈലവും കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തേ, കൊച്ചിയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡും ഞാനും ഉടമ്പടി എടുത്തവരാണ്. നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്ന് ആ ഡാമേജ് പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ പാസ്പോർട്ട് വെച്ച് തന്നെ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിൽ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഹസ്ബൻഡിനെ കൊറേഷ്യയിൽ പോകാനായിട്ട് സാധിച്ചു. കൊറേഷ്യയിൽ 3 മാസത്തെ വിസയാണ് കിട്ടിയത്. 3 മാസം കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ടിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, ഇനി എന്ത് ചെയ്യുമെന്ന്. അന്നേരം ആ ഓണർ പറഞ്ഞു, നിങ്ങൾക്ക് ടിക്കറ്റ് വിസ ഒന്നുകൂടെ പുതുക്കി തരാം, നോക്കാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നിരന്തര പ്രാർത്ഥനയുടെ ഫലമായിട്ട് 2025 ജനുവരി 12, 13 ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 2 ദിവസവും ആവർത്തിച്ച് പറയുകയുണ്ടായി, ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾക്ക് വിസ അടിക്കുന്നതായി മാതാവ് കാണിച്ചു തരുന്നുവെന്ന്. അതെൻ്റെ ഹസ്ബൻഡായിരുന്നു. ഹസ്ബൻഡിന് നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാനോ കൊറേഷ്യൻ ഭാഷയോ അറിയില്ലായിരുന്നു. എന്നാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൃപാസന അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ വിസ അടിച്ചു കിട്ടി. അവിടെ ജോലി ചെയ്ത് വരികയെ ഹസ്ബൻഡ് ട്രക്കാണ് ഓടുന്നത്. അന്നേരം ഹസ്ബൻഡ് മെയിൻ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈ റോഡ് വഴി ഒരു കാറ് വരികയുണ്ടായി. കാറിലൊരു ഫാമിലി ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ വണ്ടിയായിട്ട് കൂട്ടിമുട്ടിയപ്പോൾ ഹസ്ബൻഡ് കരുതി അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോയേക്കും എന്ന് കരുതി ഹസ്ബൻഡ് ഭയന്നിരുന്നു. അന്നേരം കാറിലുണ്ടായിരുന്ന പുള്ളി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല, സാറ് വണ്ടി തിരിച്ചത് കൊണ്ടാണ് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷയായത്. അന്നേരം തന്നെ പെട്ടെന്ന് പോലീസൊക്കെ വന്നു. പോലീസിനോടും ആ കാർ ഓടിച്ച ഡ്രൈവർ പറഞ്ഞു, ആ ഡ്രൈവറിൻ്റെ അശ്രദ്ധയല്ല, എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് ഇത് സംരക്ഷിച്ചതെന്ന്. ഹസ്ബൻഡ് എല്ലാ ദിവസവും വണ്ടി എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് കുരിശ് വരയ്ക്കും. എല്ലാ ദിവസവും വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അവിടെ വെച്ച് കാശ് കുറവാണ്. അന്നേരം അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജർമ്മനിയിലെ ഡെൻമാർക്കിലെ ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടിയ വരുമ്പോഴത്തേക്ക് കൃപാസനത്തിൽ വന്ന് നന്ദി പറഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ അമ്മയുടെ പ്രത്യേക സംരക്ഷണ, അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ആ ഒരു ഇതിലെ അമ്മ നമുക്ക് ഡെൻമാർക്കിലെ നല്ലൊരു കമ്പനിയിൽ ജോലി തന്ന് അവിടെ അത്യാവശ്യം ശമ്പളം വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് തന്നെ വണ്ടിയിൽ വെച്ചാണ് പാചകം ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന സമയത്ത് ഫുൾ ഗ്യാസ് സിലിണ്ടർ തീ പിടിച്ചു. ഹസ്ബൻഡ് കൈ കൊണ്ട് അതിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ട്രക്കുകൾ അടുക്കിയിട്ടിരിക്കുകയായിരുന്നു. ഡീസൽ നിറച്ച അതിനടിയിലേക്ക് ഈ സിലിണ്ടർ പോയി. ഹസ്ബൻഡ് പെട്ടെന്ന് കൈ നോക്കിയില്ല, കൈ കൊണ്ടെടുത്ത് അതിനെ ഒരു വിജനമായ പ്രദേശത്തേക്ക് എറിഞ്ഞപ്പോഴത്തേക്ക് 2 കൈയും നല്ലവണ്ണം പൊള്ളിയായിരുന്നു. ഹസ്ബൻഡ് അതിനായിട്ട് അവിടെ മെഡിസിനൊന്നും കിട്ടില്ല. ഹസ്ബൻഡ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് കയ്യിൽ ബാൻഡേജ് ചുറ്റി വണ്ടി ഓടിച്ചു. ഇതെല്ലാം ഈ കൈ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. അതെല്ലാം അമ്മയുടെ പ്രത്യേക സംരക്ഷണയിലാണ്. കൃപാസന ഉപ്പും ഉടമ്പടി തൈലവും അമ്മയുടെ കാശ് രൂപവും പിടിച്ചുകൊണ്ടുള്ള ഓരോ ദിവസവും നമ്മുടെ യാത്രയാണ്. എപ്പോഴും നമുക്ക് മനസ്സിലാകും അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമ്മളിലുണ്ട് എന്ന്. അതുപോലെ തന്നെ
ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരന് ഇടയ്ക്ക് സുഖമില്ല, സ്ട്രോക്ക് വന്നു. അന്നേരവും ഹസ്ബൻഡ് നല്ലവണ്ണം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് കുറച്ച് സൗഖ്യം കിട്ടി, നാട്ടിലേക്ക് പുറപ്പെടാൻ പറ്റി. ഹസ്ബൻഡ് കൈ പൊള്ളിയപ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അന്നേരം ജോലിക്ക് പോകാൻ പറ്റില്ല, അവിടെ കുറേ പ്രൊസീജിയറുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡ് ഭയന്നിട്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തതും. പിന്നെ വണ്ടി ഓടിയല്ലേ കാശ് കിട്ടുള്ളൂ, അതുകൊണ്ട് ഹസ്ബൻഡ് റിപ്പോർട്ട് ചെയ്തില്ല. അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ തന്നെ കൈയെല്ലാം ശരിയായി കിട്ടി. അതുപോലെ തന്നെ ഹസ്ബൻഡ് ഡെൻമാർക്കിലായിരിക്കുമ്പോഴത്തേക്ക് ADR ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അന്നേരം ഹസ്ബൻഡ് ആ ലൈസൻസ് എല്ലാവരും പറഞ്ഞു അത് എടുക്കാൻ ഈസിയാണ്, പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. പുള്ളി അതുപോലെ കരുതി പോളണ്ടിലേക്ക് ടെസ്റ്റിന് പോയപ്പോഴത്തേക്ക് ടെസ്റ്റ് തോറ്റായിരുന്നു. ആകെ വിഷമിച്ച് തിരികെ വരുമ്പോഴത്തേക്ക് ആ ഏജൻസിയിൽ നിന്ന് ഒരു വചനം കിട്ടിയായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനെ കൈവിടില്ല എന്നുള്ള. മണിക്കൂറുകൾക്കകം തന്നെ ആ ഏജൻസി വിളിച്ചിട്ട് ഓൺലൈൻ ഒരു ടെസ്റ്റ് നടത്തി വിജയിച്ചതായിട്ടുള്ള ലൈസൻസ് രേഖപ്പെടുത്തി തന്നു. ഇതെല്ലാം അമ്മയുടെ പ്രത്യേക സംരക്ഷണം കൊണ്ടാണ് ലഭിച്ചത്. രോഗസൗഖ്യമായിട്ട് എൻ്റെ കാലിൽ ഒരു ചൂണ്ടുവെന്നോളം വലിപ്പത്തിൽ ഒരു തടിപ്പ് വന്നായിരുന്നു. ഞാൻ അത് കണ്ടപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഉടമ്പടി തൈലവും ഉപ്പും അതിൽ തൂത്തിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ചു. അത് പൂർണ്ണമായി മാറിക്കിട്ടി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനത്തു നിന്ന് കിട്ടുന്ന പത്രം ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കും. അതുപോലെ തന്നെ വീടിനടുത്തുള്ള കുരിശുപള്ളിയിൽ കുറച്ച് കൃപാസന പത്രം പൊടിയടിച്ചിരിക്കുന്നതുണ്ടായിരുന്നു. മാർച്ച് മാസം, ഓഗസ്റ്റ്, ഡിസംബർ മാസത്തെ ആ പത്രമെല്ലാം ഞാൻ പൊടി തട്ടിയെടുത്ത് എല്ലാവർക്കും പ്രേക്ഷിത പ്രവർത്തനം ചെയ്തായിരുന്നു. ആത്മീയ ജീവിതത്തെ മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും വീട്ടിൽ കൊന്ത ചൊല്ലുവാനും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കണ്ണൂരാണ് ജോലി ചെയ്യുന്നത്, എല്ലാ ദിവസവും ഞാൻ വീക്കെൻഡിൽ വീട്ടിൽ വരും. എന്നാലും ഞാൻ ജപമാലയോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയോ ഒന്നും ഇതുവരെയും മുടക്കിയിട്ടില്ല. കാരുണ്യ പ്രവർത്തനമായിട്ട് അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും ഹസ്ബൻഡിന് കിട്ടുന്ന കാശിൻ്റെ ഒരു വിഹിതം അർഹതപ്പെട്ട കരങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജീവിത അവസാനം വരെ മാതാവിനോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ കൃപ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും കൃപാസന മാതാവിനും യേശുവപ്പനും 1000 നന്ദി പറയുന്നു. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറക്കുവിൻ. അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവർക്ക് അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം 2-3 വചനങ്ങളാണ്. പരിശുദ്ധ അമ്മയോട് വാഗ്ദാനം ചെയ്തത് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ പോകാതെ ആദ്യം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് വീട്ടിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് ഡെൻമാർക്കിൽ നിന്ന് തിരിച്ചു വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ മുൻപിൽ ഈ മകൻ വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ആക്സിഡൻറ്റിൻ്റെ സമയത്തും അമ്മയുടെ ഈശോയുടെ ഒരു വലിയ സംരക്ഷണമാണ്. ഗ്യാസ് കത്തി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ സ്വന്തം കൈകൊണ്ട് തട്ടിമറിച്ച് അവിടെ നിന്ന് വലിയൊരു സംരക്ഷണമാണ് ഈ മകന് കൊടുത്തത്. പിന്നീട് കാർ ആക്സിഡൻറ്റും അതുപോലെ തന്നെയാണ്. മറ്റു സൈഡിൽ നിന്നാണ് തെറ്റെങ്കിലും, പക്ഷേ ഈ വിദേശ രാജ്യത്താണ്, നമുക്കറിയാം എത്ര പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ ആക്സിഡൻറ്റ് വന്നാലും പക്ഷേ ഇവിടെയും ഈ മകനെ സംരക്ഷിക്കാൻ സഞ്ചാരി മാതാവ് തന്നെയാണ് ഈ മകൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എവിടെ പോയാലും എങ്ങനെ പോയാലും എന്തിനു പോയാലും നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ധൈര്യപൂർവ്വമായിട്ട് പോകാൻ സാധിക്കുന്നത് ആ അമ്മയുടെ സാന്നിധ്യമാണ്, ഈശോയുടെ സംരക്ഷണമാണ്, കരുതലാണ്. ലോകം നൽകുന്ന ഒരു താൽക്കാലിക സമാധാനവും സന്തോഷവുമാണ്. പക്ഷെങ്കിൽ ഉടമ്പടി നൽകുന്നത് നമുക്കൊരു ആത്മീയതയാണ്. ജീവിതത്തിൽ ധൈര്യത്തോടെ ഉറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് മനസ്സിൽ ദൈവത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഭയമില്ല. പ്രശ്നങ്ങളുടെ നടുവിലും സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ്, സംരക്ഷണം സംഭവിക്കുന്നു എന്നാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ സമാധാനം നമ്മെ എപ്പോഴും താങ്ങി നിർത്തും, നമ്മെ നിലനിർത്തും. ആശങ്കയിൽ സമാധാനവും രോഗത്തിൽ പ്രത്യാശയും കണ്ണീരൊപ്പുന്ന ഒരമ്മയും കണ്ണീരിൽ നമ്മുടെ ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഒരിക്കലും കൈവിടാത്ത ആ സ്നേഹത്തിൽ ഉറച്ചു വിശ്വസിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ
ജനതയ്ക്ക് പ്രവേശിക്കുവാൻ വാതിൽ തുറക്കുവാൻ എന്ന വചനം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ ഉടമ്പടി മക്കൾക്കും വേണ്ടി നീതിനിഷ്ഠമായ ഒരു ജനതയാണ് ഇന്ന് ഉടമ്പടി മക്കൾ. ആ മക്കൾക്ക് വേണ്ടി പ്രവേശിക്കുവാനുള്ള വാതിൽ കൃപാസനം വാതിലാണ്. അതെല്ലാവർക്കുമായി തുറന്ന് തന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മയിൽ ഹൃദയം അർപ്പിക്കുന്നവർക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അമ്മയാണ്. ആ സമാധാനത്തെ തികവിൽ സംരക്ഷിക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതവും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുനിൽ തോമസിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.